ബാർക്കോഴ ആരോപണത്തിൻ്റെ ഗൂഢാലോചന തുടക്കത്തിലെ പാളിയോ? ഈ ആരോപണം ചീറ്റിപ്പോയോ? ഈ ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. ഈ ആരോപണം നമുക്ക് പുത്തരിയല്ല. നേരത്തെ, അതായത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ നേരിട്ടതും KM മാണി രാജിവെച്ചതും ഇതേ അനിമോൻ്റെ ശബ്ദരേഖയിലാണ്. ഭരണം മാറിയപ്പോൾ വീണ്ടും ഇതേ അനിമോനെ ഉപയോഗിച്ച് ഇപ്പോഴത്തെ സർക്കാരിനെ ആക്ഷേപിക്കുകയും മുൾമുനയിൽ നിർത്തുകയും ചെയ്യുകയെന്ന ദുരുദ്ദേശത്തിൽ ആഴ്ചകളുടെ തയ്യാറെടുപ്പ് നടത്തിയാണ് ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നത്. ബാർ ഉടമകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അവരുടെ നേതാവ് സ്വന്തം പേരും ഭാരവാഹിത്വവും പരിചയപ്പെടുത്തി സന്ദേശമിട്ടത് എന്തിനാണെന്ന ചോദ്യത്തിന് ബാർ ഉടമകൾക്ക് ഉത്തരമില്ലെങ്കിലും ഗൂഢാലോചനക്കാർക്ക് വ്യക്തമായ ഉദ്ദേശമുണ്ട്. മദ്യനയത്തിനുള്ള പ്രാഥമിക ചർച്ച പോലും തുടങ്ങും മുമ്പേ വ്യാജ ബാർക്കോഴ ആരോപണം കൊണ്ടുവന്ന് ഇടതുമുന്നണി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാമെന്ന പ്രതിപക്ഷ മാധ്യമ ഗൂഢാലോചനയല്ലേ ഇതെന്ന് ആർക്കാണ് മനസ്സിലാക്കാത്തത്? പക്ഷേ എന്തു ചെയ്യാം, തുടക്കത്തിലെ പാളിയെന്ന് മാത്രമല്ല, നനഞ്ഞ പടക്കമായിപ്പോയി. തിരക്കഥ പോലെ ചാനൽ ലേഖകരും പ്രതിപക്ഷ നേതാക്കളും നിരന്നെങ്കിലും കോഴക്കഥ വന്ന പാടെ മഴവെള്ളത്തിൽ ഒലിച്ചുപോയി. അതിന് കാലാവസ്ഥയെ അഭിനന്ദിക്കണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തോരാത്ത മഴയല്ലേ. അതെന്തായാലും പിണറായി സർക്കാരിന് ഗുണമായി. ഉർവശി ശാപം ഉപകാരമായെന്ന് വെറുതെ അല്ല പണ്ടുള്ളവർ പറയുന്നത്. ബാർ ഉടമകളുടെ സംഘടനയിലെ ചേരിതിരിവ് മുതലെടുത്ത് സസ്പെൻഷനിലുള്ള ഭാരവാഹിയെ കൊണ്ട് ശബ്ദ സന്ദേശം ഇടിച്ചതിന് പിന്നിലെ ലക്ഷ്യം വ്യക്തമാണ്. പക്ഷേ തിരക്കഥയിൽ മുഴുവൻ അബദ്ധങ്ങളായിരുന്നു. പിരിവ് സംബന്ധിച്ച് സംസ്ഥാന നേതാവ് കാര്യങ്ങൾ കൃത്യമായി വെളിപ്പെടുത്തിയതോടെ ജില്ലാ നേതാവ് മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ മുങ്ങിയതും ഗൂഢാലോചനയിലേക്ക് വഴിതെളിക്കുന്നു. വാർത്ത വന്നയുടൻ പ്രതിപക്ഷ നേതാക്കളുടെ സ്വിച്ചിട്ട പോലുള്ള പ്രതികരണങ്ങളും വാർത്താ സമ്മേളനങ്ങളും സ്വാഭാവികമായി ഉണ്ടായതല്ല. ചാനലുകൾ മുൻകൂട്ടി തയ്യാറാക്കിയ വാർത്തകളും പടച്ചുവിട്ടു. പക്ഷേ സംഗതി പാളിയതോടെ ബാർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റിൻ്റെ വാക്കുകളെ വളച്ചൊടിച്ച് രക്ഷപ്പെടാനും ചില മാധ്യമങ്ങൾ ശ്രമിച്ചു. എക്സൈസ് വകുപ്പ് ഉൾപ്പെടെ 3 കോൺഗ്രസ് മന്ത്രിമാർക്ക് പണം കൊടുത്തെന്ന് മധ്യരാജാവ് തന്നെ വിളിച്ചു പറഞ്ഞതടക്കം നാണംകെട്ട അഴിമതി നടത്തിയ UDF സർക്കാരിൻ്റെ കാലത്തെ കഥകൾ വീണ്ടും ചർച്ചയാക്കാൻ മാത്രമേ വ്യാജ ബാർക്കോഴ വാർത്ത കൊണ്ട് സാധിച്ചുള്ളൂ. ബാർ മുതലാളിമാരെ എന്ത് വ്യാജ ഇടപാടിനും അനുവദിച്ച് കോടികൾ തട്ടുന്ന അന്നത്തെ മദ്യനയം തന്നെയാണ് ഇടതുമുന്നണിക്കുമെന്ന് സ്ഥാപിക്കാനുള്ള ദിവസങ്ങൾ നീണ്ട നീക്കമാണ് തകർന്ന് തരിപ്പണമായത്. 8 വർഷമായി ഈ മേഖല സമാധാനപരമായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ കൃത്യമായ നയവും നിലപാടുമാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ലെന്ന വസ്തുതയും കാണാതെ പോയി. 1-ാം തീയതിയിലെ ഡ്രൈഡേ അടക്കം മദ്യനയം അനുകൂലമാക്കാൻ ബാർ ഉടമകൾ 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്ന വിവാദ ശബ്ദരേഖയെക്കുറിച്ച് തങ്ങൾക്കറിവില്ലെന്നും തങ്ങളോടാരും പണം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഇടുക്കി അണക്കരയിലെ സ്പൈസ് ഗ്രോവ് ഹോട്ടൽ ആൻഡ് റിസോർട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അരവിന്ദാക്ഷൻ ആണയിട്ട് പറയുന്നു. സംഘടന പണം നൽകാൻ ആവശ്യപ്പെട്ടിട്ടില്ല, പണം നൽകിയിട്ടുമില്ല. അനിമോൻ്റെ ശബ്ദരേഖയിൽ ഇടുക്കിയിൽ നിന്ന് സ്പൈസ് ഗ്രോവ് ഹോട്ടൽ മാത്രമാണ് പണം തന്നതെന്ന് പരാമർശിച്ചിരുന്നു. ഹോട്ടലിൻ്റെ പേര് പരാമർശിച്ചതായി വാർത്തകളിൽ കണ്ടു. പക്ഷേ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. അത്തരത്തിലൊരു ചർച്ച ഉണ്ടായിട്ടുമില്ലെന്നാണ് അരവിന്ദാക്ഷൻ ആണയിട്ട് പറയുന്നത്. ഓഫീസ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട അനിമോനും സംഘടനയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു. അപ്പോൾ ഇത് ആരെ സംരക്ഷിക്കാനാണ്, ആർക്കെതിരാണ്? ഇതിൽ ഗൂഢാലോചനയില്ലേ? അന്വേഷിക്കണം. തലനാരിഴ കീറി അന്വേഷിക്കണം. എങ്കിലേ അതിലെ ഗൂഢാലോചന വെളിപ്പെടൂ.